എവിടെ പോവാണ്? ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. പറഞ്ഞേ ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഐസമോള് പറഞ്ഞ പോലെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്ന് പുറത്ത് പോവാണ്. അപ്പോൾ അവരെല്ലാം പോയി. ഭയങ്കര സങ്കടവും ഒറ്റപ്പെടലൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഭയങ്കര വലിയ ഹോട്ടലിലൊന്നല്ല പോകുന്നത്. ഞങ്ങളുടെ ഇവിടുന്ന് ഇങ്ങനെ ഒരു 8-9 കിലോമീറ്റർ ഉണ്ട് ആ ഹോട്ടലിലേക്ക്. ഒരു മലയാളികളുടെ ഹോട്ടലാട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടിയിട്ടില്ലേ. നല്ല പൊറോട്ടയും മീൻകറിയും കഴിക്കാൻ ആഗ്രഹം വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയിട്ടാണ് കഴിക്കാറ്. പിന്നെ അവിടെ ബീഫ് ഉണ്ടാവും. ഇവിടെ ബീഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ബീഫൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷേ ഞങ്ങൾ മീൻകറിയും പൊറോട്ടയും കഴിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹം വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്നേ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്താ അറിയില്ല. പിന്നെ ദീപാവലിയുടെ ടൈമിലാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഉമ്മയും ഉപ്പയും അമ്മയൊക്കെ നാട്ടിൽ പോയതിൻ്റെ ശേഷം ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡ്, അതായത് ഹൈവേയിൽ കൂടെ ഞങ്ങൾ പോവാറില്ല. ഈ ടൈമൊക്കെ ആകുമ്പോൾ എന്തായാലും നല്ല ട്രാഫിക് ഉണ്ടാകും, അവിടെ എത്തിപ്പെടില്ല. അപ്പം ഞങ്ങൾ സാധാരണ പോണ വഴിയാണിത്, ഷോർട്ട് കട്ട്. ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടല്ലോ, എൻ്റെ താത്ത ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ താത്താടെ വീട്ടിലേക്ക് പോണ സെയിം റൂട്ട് തന്നെയാണ് ഹോട്ടൽ. അതായത് താത്താടെ ഫ്ലാറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 2-3 കിലോമീറ്റർ പോകേണ്ടി വരും. അപ്പോൾ സെയിം ഞങ്ങളെപ്പോഴും ഡിമാർട്ടിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാറ്. ഡിമാർട്ടിൽ പോണ അതേ റൂട്ടാണ്. പക്ഷേ എന്താണ് ഇവിടെ ഇത്രയും വലിയ ആഘോഷം എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എന്താണ് ഇങ്ങനെ ഇത്രയും വലിയ ആഘോഷം എന്ന് എന്താണെന്നറിയില്ല. ദീപാവലി ആണെന്നുണ്ടെങ്കിൽ ദീപാവലി മാത്രമല്ല, എന്താണെന്നറിയില്ല. നമുക്ക് വണ്ടി ഞങ്ങൾ സെയിം വരുന്ന വഴിയിൽ വണ്ടി പോലും പോകാൻ കുറേ ടൈം എടുത്ത്. പിന്നെ ഇത്രയും തിരക്കുള്ള കാരണം ഞാൻ കുറേ ഒന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം എനിക്ക് പേടി, ഫോൺ അടിച്ച് മാറ്റി പോകുന്നു. ഇവിടെ അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. ഫോണൊന്നും ഞാൻ പുറത്തെടുക്കാറില്ല. അത് ഭയങ്കര തിരക്കായിരുന്നു. കുറേ കച്ചവടക്കാരും, നമ്മളുടെ പൂരപ്പറമ്പ് പോലെ. അങ്ങനെ ഇതാ ഞങ്ങൾ ഹോട്ടലിലെത്തി പൊറോട്ട ഓർഡർ ചെയ്തപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞ് കൊള്ളി ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ ഇതുപോലെ അവിടെ പോയ ടൈമിൽ കൊള്ളി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊള്ളി ഉണ്ട് അവിടെ, കൊള്ളി സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ മെസ്സുണ്ട്. അപ്പോൾ മെസ്സിൻ്റെ പിള്ളേർക്ക് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊള്ളി ഓർഡർ ചെയ്തിട്ടാണ്. പിന്നെ മീൻകറി അയിലയാണ് ഉള്ളത്. അപ്പോൾ അയില വാങ്ങി. അങ്ങനെ ഞങ്ങൾ കൊള്ളിയും അയിലയും പൊറോട്ടയും കൂടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഐസാക്ക് എപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും അവർ നെയ്ച്ചോറ് കൊടുക്കൂട്ടാ. അവളാണെങ്കിൽ അവിടെ പോയി അപ്പോൾ തന്നെ ചോദിക്കും ചോറ് വേണമെന്ന് അറിയും. നമ്മൾ ഒരു ഫുള്ള് നെയ്ച്ചോറൊന്നും വാങ്ങില്ല, കാരണം അവളത് ഫുള്ളും കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ അവൾക്ക് കൊടുന്ന് കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങൾ കുറേ പ്രാവശ്യം പോണ ഹോട്ടലാണ് കേട്ടോ. നല്ല പരിചയമാണ്, നമ്മളുടെ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ നാട്ടുകാരും അവിടെ ഉണ്ട്. അങ്ങനെ 2-3 ആൾക്കാരൊക്കെ കൂടി ചേർന്ന് ഇതാക്കുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ഹോട്ടലാണ്. അവിടെ കൂടുതലും മെസ്സിൻ്റെ പിള്ളേരാണ് വരാറ്. നമ്മൾ പോണ ടൈമിലൊക്കെ ഫുള്ള് മെസ്സിൻ്റെ പിള്ളേർ അവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അവർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ബീഫ് ഫ്രൈ ഉണ്ട് വേണോന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ വന്നിട്ട് ഈ ഹോട്ടലിൽ വന്നിട്ട് ഒരു പ്രാവശ്യം എങ്ങാനും ഞങ്ങൾക്ക് ബീഫ് ഫ്രൈ ബീഫ് കറി അങ്ങനെ എന്തോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഓക്കെ ബീഫ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ബാംഗ്ലൂർ വന്നതിൻ്റെ ശേഷം ഇങ്ങനെ എല്ലാ ഹോട്ടലിൽ നിന്നും ബീഫ് ഫ്രൈ, ഹോട്ടലിൽ നിന്ന് മാത്രമല്ല നമുക്ക് കടകളിലും വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ. ഇറച്ചിയൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല ഇവിടെ, അങ്ങനെയാണ്. പിന്നെ മുസ്ലിംസിൻ്റെ ഏരിയ ഉണ്ട്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബീഫ് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ വയ്യ. കാണുന്ന പോലെയല്ല, നല്ല സോഫ്റ്റായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബീഫ് ഫ്രൈ ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ബീഫ് ഫ്രൈയും പിന്നെ ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ കറി, പൊറോട്ട, കൊള്ളി, ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ വേറൊരു റൂട്ടിൽ കൂടെ വന്നത്, ഹോട്ടലിലേക്ക് വന്നത്. ഞങ്ങൾ സ്ഥിരം പോണ റൂട്ടാണ് ഇത് ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ഈ റോട്ടിലേക്ക് കയറാമെന്ന് നോക്കുമ്പോൾ
വണ്ടികളൊന്നും പോകാൻ പറ്റില്ല, ഫുള്ള് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടി അവിടെ വെച്ചിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി നോക്കി. അപ്പോൾ ഈ റോഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്ഥിരം വരുന്ന റോഡാണ്. ഫുള്ള് വെജിറ്റബിളും അങ്ങനത്തെ മാർക്കറ്റ്, നല്ല വില കുറവായിട്ട് നമുക്ക് മാർക്കറ്റിൽ പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും ഉണ്ടാവും. കുറേ പേര്, കുറേ കച്ചവടക്കാരുണ്ടായിട്ട് അതുപോലത്തെ ഒരു ഏരിയ ആണിത്. പക്ഷേ അതെല്ലാം മാറിയിട്ട് ഒരു പൂരപ്പറമ്പിൽ എങ്ങനെ ഉണ്ടാവുക. ബാംഗ്ലൂരത്തെ സ്വീറ്റ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ പൂരപ്പറമ്പിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ആഘോഷമാണ്. അപ്പോൾ ടെമ്പിളിൽ എന്തോ ഫെസ്റ്റിവലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോണ ഏരിയയാണ് ഫുള്ള് സ്വീറ്റ്സ് ആയിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങനെ വാങ്ങിച്ച് കഴിക്കാനൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ സ്വീറ്റ്സ് കണ്ടിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നല്ല തല്ലൊക്കെ നടന്നിരുന്നു അവിടെ. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. എന്നാലും എന്താ കുറച്ചും കൂടെ നടന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ പോയി. വണ്ടികളൊന്നും കടത്തി വരുന്നില്ല, ബൈക്ക് പോലും കടത്തി വരുന്നില്ല. അപ്പോൾ ഞാനവിടെ പാദസരം കണ്ടിട്ട്, അതാണ് ഇപ്പോൾ കാണിച്ചത്. പാദസരം കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളിങ്ങനെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് കുറച്ച് നടന്ന് ഞങ്ങളിട്ട നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഓഫീസില്ലാത്ത കാരണമാണ് ഇത്രയും ഇങ്ങനെ നിൽക്കുന്നത്. ഓഫീസില്ലാത്ത രാത്രികളിൽ ഞങ്ങളിതുപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലേറ്റ് ആയാലും കുഴപ്പമില്ല. അല്ലാത്ത സമയങ്ങളിൽ ഓഫീസുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഞങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങിയാൽ നല്ല ലേറ്റായിട്ട് വരില്ല. കാരണം നേരത്തെ എഴുന്നേൽക്കണമല്ലോ. ഐസാനും നേരത്തെ എഴുന്നേൽപ്പിക്കണം, ഡേ കെയറിൽ വിടുന്ന കാരണം. അതുകൊണ്ട് ഓഫീസില്ലാത്ത കാരണം കുറച്ച് നേരം കൂടി നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പൂക്കളാണ് കേട്ടോ. നമ്മളുടെ ഏരിയയിലൊക്കെ ഡെയിലി രാത്രി ഏർലി മോർണിംഗിലൊക്കെ പൂക്കച്ചവടക്കാർ വരും. ഇവിടെ ഡെയിലി ഓരോരുത്തരുടെ വീടിൻ്റെ മുന്നിൽ പൂക്കളുണ്ടാവും. പിന്നെ ഒരു ചിരവ കണ്ടില്ലേ പ്ലേറ്റ് വെച്ചിട്ടുള്ള, അത് കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ട്. പ്ലേറ്റ് റിമൂവ് ചെയ്യാനും പറ്റും, അതങ്ങനെ തന്നെ ഫിക്സഡ് ആയിട്ട് ഇരിക്കും. നമ്മളുടെ ചിരകയുടെ തേങ്ങ ഇടാൻ അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചാൽ മതി. അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. നമ്മളുടെ നാട്ടിലത്തെ പോലെയല്ല, കുറച്ചും കൂടി വില കുറവായിരിക്കും, ചീപ്പ് റേറ്റ് ആയിരിക്കും. ഈ ഏരിയയിൽ തന്നെ വെജിറ്റബിൾ മാർക്കറ്റ് ഡെയിലി ഉണ്ടാവും. കൂടുതലും ഞങ്ങൾ സാറ്റർഡേ നൈറ്റാണ് താത്താടെ വീട്ടിലേക്കായാലും ഡിമാർട്ടിലേക്കായാലും വരാറ്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് നല്ല റഷായിരിക്കും. റോഡ് തന്നെയാണ്, മെയിൻ റോഡല്ല, ഞങ്ങൾ വരുന്നൊരു ഷോർട്ട് കട്ട്. പക്ഷേ ആ റോഡ് ഒരുപാടുണ്ട്, 1.5 കിലോമീറ്റർ ഉണ്ടാവും. അത് ഫുള്ള് വെജിറ്റബിളാണ്. മെയിനായിട്ട് വെജിറ്റബിൾ, ചെറിയ വണ്ടിക്കാർ, പച്ചക്കറി വണ്ടിക്കാർ എല്ലാം നല്ല വില കുറവിനുണ്ട്. ഇപ്പോൾ ആരുമില്ല. ഇനി അങ്ങനെ പച്ചക്കറി ഉണ്ടെങ്കിൽ അതും കൂടി വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ പച്ചക്കറിയൊന്നുമില്ല. ഇപ്പോൾ 3 ദിവസം എന്തോ ആണ് ഫെസ്റ്റിവൽ ഉള്ളത് ഇവിടെ. അപ്പോൾ 3 ദിവസം ഇതുപോലത്തെ പരിപാടി ഉണ്ടാവും. ഞങ്ങൾ പോയത് 2ാമത്തെ ദിവസമാണ്. അങ്ങനെ കണ്ടില്ലേ, വീണ്ടും പൂക്കളില്ലാത്ത ഒരു ഇതുണ്ടാവില്ല ഇവിടെ എവിടെയും. അടുത്തടുത്ത് പൂക്കച്ചവടക്കാരുണ്ടാവും. പിന്നെ വലിയ പപ്പടം കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. വലിയ പപ്പടമാണ്, വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഭയങ്കര വലുതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേയൊക്കെ നടന്ന് നോക്കുമ്പോൾ ഇതുപോലത്തെ ഭരണികൾ കണ്ട്. സെറാമിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്കങ്ങനെ മെറ്റീരിയൽ പറയാറില്ല, സെറാമിക്കാന്ന് തോന്നുന്നു. പിന്നെ ഐസ കുറേ ടൈമായിട്ട് പറയുന്നുണ്ട് അവൾക്ക് ബലൂണ് വേണമെന്ന്. ബലൂണ് വാങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഇങ്ങനെ നടന്നു നോക്കുന്നത്. പിന്നെ ഈ ടെഡ്ഡി ബെയറൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. ലോഡ് ടെഡ്ഡി ബെയർ വീട്ടിൽ തന്നെ ഉണ്ട്. അതായത് നാട്ടിലും ഉണ്ട്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോന്നും ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യും. അങ്ങനെ അപ്പോൾ അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അവൾക്ക് ഇനി എന്താ വേണ്ടതെന്ന് നോക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ കുറേയൊക്കെ നടന്നു നോക്കി. അപ്പോൾ അവൾക്ക് ഞങ്ങളൊരു കിച്ചൺ സെറ്റ് വാങ്ങിച്ചു കൊടുത്തു. ഓൾറെഡി അവളുടെ കയ്യിലൊന്നുണ്ട്. പിന്നെ അത് മണ്ണിലൊക്കെ കളിച്ച്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയൊക്കെ പോയി കളിച്ച് അതൊക്കെ നാശാക്കിയിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ സെറ്റാണ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്. ആ കിച്ചൺ സെറ്റ് വാങ്ങിക്കുന്ന ടൈം ആകുമ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിയാനായപ്പോൾ ഞാൻ വേഗം ഒരു ബൈ വീഡിയോ എടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.